അടുത്ത ഭാഗത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. അതായത് മറ്റേതൊക്കെ അള്ളാഹിനെ കുറിച്ച് തന്നെ എല്ലാം പറയുന്നു കേട്ടോ. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്ത് ജൂത്ത് ഹെ തേരി ജൽ ഓർ തൽമേ ബാസ് ഹെ തേരി പുൽ ഓർ പൽമേ. കണ്ടോ ഇത് പറയുന്നത്? ഇത് നമ്മൾ മേലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മുകളിലൊക്കെ നമ്മളിങ്ങനെ ബൈത്തിങ്ങനെ ഓരോന്ന് നാവോ ജഗത്തിക്ക് കീനെ വാലെ ദുഃഖമേ സഹാറ ദേനെ വാലെ എന്ന് പറയാം. എന്നാൽ ഇനി അടുത്ത വരികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ തെറ്റിയിട്ടാണ്. അതായത് അർത്ഥം വെക്കുമ്പോൾ നമുക്ക് കിട്ടൂല. ജൂത്ത് ഹെ പ്രകാശമാകുന്നു, തേരി നിൻ്റെ, ജൽ വെള്ളം, ഓർ തൽമേ കരയിൽ. അപ്പോൾ നമുക്ക് അതിനൊരു ഓർഡർ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായി മനോഹരമായ അർത്ഥം വെക്കാൻ വേണ്ടി നമ്മൾ എന്താക്കുന്നു, അതിൻ്റെ ഓർഡർ മാറ്റുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അറിയാം ജൽ വെള്ളം, ഓർ തൽമേ എന്താ പറയുക കരയിലും. അപ്പം വെള്ളത്തിലും ജൽ ഓർ തൽമേ വെള്ളത്തിലും കരയിലും തേരീ ജൂത്ത് ഹേ നിൻ്റെ പ്രകാശമാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം നമ്മൾ എന്താക്കുക ചെയ്യേണ്ടി? ആദ്യതാ ജൽ വെള്ളം, ഓർ തൽമേ പിന്നെന്താ കരയിലും. അപ്പം വെള്ളത്തിലും കരയിലും പിന്നെ നമ്മളെന്താ പറയണ്ടേ? വെള്ളത്തിലും കരയിലും തേരി നിൻ്റെ ജൂത്ത് ഹേ നിൻ്റെ പ്രകാശമാകുന്നു. അർത്ഥം വെക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? അങ്ങനെ വെക്കണം കേട്ടോ. അടിയത്തെ വരി നോക്ക്. അപ്പം അങ്ങനെ വെള്ളത്തിലും കരയിലും നിൻ്റെ പ്രകാശമാണ്. ഞാൻ അടുത്ത വരിയിൽ നോക്കൂ, അതിലും ഇതേപോലെ തന്നെയാണ്. ഇങ്ങനെ മാറ്റി വെക്കണം. ഇതാ ബാസ് ഹേ സുഗന്ധമാകുന്നു അല്ലെങ്കിൽ ഗന്ധമാകുന്നു, തേരി നിൻ്റെ, പൂൽ പുഷ്പം, പൽ ഭയം. അത് കിട്ടുന്നില്ല. അപ്പം നമ്മൾ നേരത്തെ വെച്ച് അതേ ഓർഡറിൽ ഇവിടെ വെച്ച് നോക്ക്. പൂൽ ഓർ പൽമേ പൂവിലും, ഓർ പൽമേ പഴത്തിലും, തേരി ബാസ് ഹേ നിൻ്റെ ഗന്ധമാകുന്നു. നിൻ്റെ എന്താകുന്നു? ഗന്ധമാകുന്നു. പൂൽ പുഷ്പത്തിലും, ഓർ പൽമേ പഴങ്ങളിലും അതായത് ഫലങ്ങളിലും തേരി നിൻ്റെ ബാസ് ഹേ ഗന്ധമാകുന്നു, നിൻ്റെ ഗന്ധമാകുന്നു. ഇങ്ങനെ അർത്ഥം വെക്കാൻ നോക്കണം കേട്ടോ. അപ്പം മനസ്സിലായില്ലേ? അപ്പം നിൻ്റെ ഗന്ധമാണ് ഇതെല്ലാത്തിലും, പൂലിലും പഴങ്ങളിലൊക്കെ നിൻ്റെ ഗന്ധമാണ്, കരയിലും വെള്ളത്തിലുമൊക്കെ നിൻ്റെ പ്രകാശമാണ് റബ്ബെ കാണുന്നത്. അപ്പോൾ അള്ളാഹിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് മതി വരുന്നില്ല ആർക്കും കേട്ടോ. ഇനി അടുത്ത വരി നോക്ക്. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഡറിൽ അർത്ഥം വെച്ചാൽ വല്ലാതെ കിട്ടൂല. അപ്പോൾ നമ്മളെന്താക്കുക, ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക ഓർഡർ മാറ്റിയിട്ട് വെക്കുകയാണ്. ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളായിട്ട് കിട്ടും. ഹർ ദിൽ മേ ഹേ തേരാ ബസീർ, ഹർ ദിൽ മേ ഹേ തേരാ ബസീറ. അതുകൊണ്ടോ തേരാ ബസീറ. അപ്പം എന്താ? ഹർ ദിൽ മേ എല്ലാ ഹൃദയത്തിലും, കണ്ട എല്ലാ മനുഷ്യന്മാരുടെ ഹൃദയത്തിലും തേരാ ബസീറ ഹേ. അങ്ങനെ വെക്കണം കേട്ടോ. തേരാ ബസീറ, ഹർ ദിൽ മേ തേരാ ബസീറ നിൻ്റെ രാപ്പാർക്കൽ ഹേ ആകുന്നു. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ അർത്ഥം വെക്കാം. നിൻ്റെ എല്ലാ ഹൃദയത്തിലും നിൻ്റെ രാപ്പാർക്കലാകുന്നു. എന്താ റബ്ബേ ഈ രാപ്പാർക്കൽ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം സർവ്വസമയവും അള്ളാഹു നമ്മളെ കൂടെ രാപ്പാർത്ത് പറഞ്ഞാൽ ഇങ്ങനെ പാർത്തുകൊണ്ട് സഹവസിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി നോക്കൂ, അടുത്ത വരിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് തൂ പാസ് ഓർ ഗർ ദൂർ ഹേ തേരാ. എന്താ പറയുക? അർത്ഥം വെക്കുമ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. തൂ പാസ് നീ അടുത്താണ്, അല്ലാ നീ അടുത്താണ്, ഓർ തൂ പാസ് നീ അടുത്താണ്, ഓർ തേരാ ഗർ. അർത്ഥം വെക്ക് നോക്കണേ. തൂ പാസ് നീ അടുത്താണ്, എന്നാലോ തേരാ നിൻ്റെ, ഗർ നിൻ്റെ വീടോ, ദൂർ ഹേ വളരെ ദൂരത്താണ്. ശരിയല്ലേ? അള്ളാഹിൻ്റെ വീട് ഇവിടെ അടുത്തുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നീ അടുത്താണെങ്കിലും നിൻ്റെ വീട് എവിടെയാണ്? വളരെ ദൂരത്താണ്. അപ്പോൾ അർത്ഥം വെച്ചെങ്കിൽ മനസ്സിലായോ? അപ്പോൾ അതാ തൂ പാസ് നീ അടുത്താണ്, ഓർ തേരാ ഗർ നിൻ്റെ വീട്, ദൂർ ഹേ ഒരുപാട് ദൂരമാകുന്നു. അപ്പോൾ ഓർഡർ വെച്ച് നമ്മൾ വെക്കുമ്പോൾ കിട്ടൂല. പക്ഷേ ബൈത്തിൽ നമ്മളിങ്ങനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്നു, ഒരു ഓർഡറിൽ വെക്കാമെന്നുള്ളൂ. അടുത്ത വരി നോക്കൂ. അടുത്ത വരിയിലും ഇതേപോലെ തന്നെ തൂ ഹേ അക്കേലോ കാരക്വാല, തൂ ഹേ അന്ധേരാ ഗർ കെ ഉജാല. കണ്ടോ? തൂ ഹേ നീ ആകുന്നു, തൂ ഹേ നീ ആകുന്നു, അക്കേലോ കാരക്വാല. അക്കേലോ എന്ന് പറഞ്ഞാൽ എന്താണ്? തനിച്ചായവർ. അക്കേല പറഞ്ഞാൽ ഒന്നിനും സഹായമില്ലാതെ തനിച്ചായവരാണ്. തേരാ. അപ്പോൾ തൂഹേ നീ ആകുന്നു, അഖേലോങ്കാരക്വാല തനിച്ചവരുടെ. രക്വാല പറഞ്ഞാൽ ആശ്രയം.
അതായത് അപ്പം ആശ്രയം എന്ന് പറഞ്ഞാൽ സഹായം നീ തന്നെയാകുന്നു. അപ്പം അക്കേലോങ്ക തനിച്ചവരുടെ രക്വാല എന്താ പറയുക ആശ്രയം തൂഹേ നീ ആകുന്നു. എന്നാലോ അടുത്ത വരി നോക്കൂ, തൂഹേ നീ ആകുന്നു അന്തേരേഗർ എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള വീടിൻ്റെ ഗർക്ക, അന്തേരാഗർക്ക ഇരുട്ടുള്ള വീടിൻ്റെ ഉജാല പ്രകാശവും തൂഹേ നീ ആകുന്നു. അപ്പോൾ ഒന്നുകൂടെ തൂഹേ നീ ആകുന്നു അക്കേലോങ്ക രഘുവാല അക്കേലോങ്ക ഒറ്റപ്പെട്ടവരുടെ രഘുവാല ആശ്രയം നീയാകുന്നു. തൂഹേ നീ ആകുന്നു അന്തേരാഗർക്ക അതായത് ഇരുട്ടുള്ള വീടിൻ്റെ ഉജാല പ്രകാശവും അള്ളാഹ് നീയാകുന്നു. ഇവിടെയൊക്കെ കണ്ട അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്, ഓരോ സ്ഥലത്തും നീയാണെന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.